സഹോദരന്മാരെ, ഇപ്പൊ മണ്ടത്തരം പറയാൻ പോവാണ് എല്ലാരും. അല്ലല്ലോ, മന്ത്രം ചൊല്ലാൻ പോവാണ് എല്ലാരും. കണ്ണുകൾ അടച്ച് കൈകൂപ്പി. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹൃദയത്തിനകത്ത് ഒരു തലച്ചോറുണ്ട് എന്ന് ഹൃദയ ശാസ്ത്രജ്ഞന്മാരാ പറയണത്. എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ മുജാഹിദ് ബാലുശ്ശേരി എന്ന മഹാൻ ഭീകരമായ രീതിയിൽ ഒരു വെല്ലുവിളി നടത്തി. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഞാൻ വെല്ലുവിളിച്ചു, മുങ്ങി, കണ്ടവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ പ്രചരണവും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു. എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ മുജാഹിദ് ബാലുശ്ശേരി എന്ന മഹാൻ ഭീകരമായ രീതിയിൽ ഒരു വെല്ലുവിളി നടത്തി. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ആള് മാറിപ്പോയി. 100 കാര്യങ്ങളുണ്ടെങ്കിൽ 99 കാര്യങ്ങളും ശരിയും ഒരു കാര്യം അബദ്ധവുമാണെങ്കിൽ ദൈവികത പൊളിയും. നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ? ഞാൻ വെല്ലുവിളിക്കുന്നത് നേരെ തിരിച്ചാണ്. 99 വിഡ്ഢിത്തങ്ങളുള്ള ഒരു പുസ്തകത്തിൽ ഒന്നെങ്കിലും ശരിയുണ്ടെങ്കിൽ പരന്ന ഭൂമിയെ ഉരുട്ടുക, 7 ആകാശങ്ങളെ അടുക്കി വെക്കുക, സൂര്യനെ ഗാലക്സിയിൽ ചുറ്റിക്കുക. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? മനുഷ്യന്റെ വൃഷണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുതുകിലേക്ക് കൊണ്ടുപോവുക, ശുക്ലത്തിൽ ബീജം കൊണ്ടേ നിറയ്ക്കുക, ചോരക്കട്ടയെ ഭ്രൂണമാക്കുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ചിന്ത, ഓർമ്മ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഖുർആനിൽ നിരവധി സ്ഥലത്ത് പറയുന്നു. നെഞ്ചിന്റെ ഉള്ളിലെ ഹൃദയം. ഞാൻ പറഞ്ഞിട്ടില്ല. ചാലഞ്ചിനാണ് ഞാൻ മറുപടി പറയുന്നത്. മറ്റു വർത്തമാനങ്ങൾക്ക് നമ്മുടെ എല്ലാം സമയം വിലയുള്ളതായതുകൊണ്ട് തന്നെ അതിലൂടെ കടന്നു പോകുന്നില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കുക. ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്. ഇരുട്ടുകളെ പൊതിയുന്ന തിരമാലകളെ പൊതിയുന്ന വേറെയും തിരമാലകളുണ്ട്. ആഴക്കടലിൽ സ്വന്തം കൈകളെ പോലെ കാണാൻ ഒരാൾക്ക് കഴിയില്ല. ഞാന് എന്റെ അടുത്ത സെഷനിൽ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി കൂടെ പറയാം. അതിൽ ഭൂമിയെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞതും പ്രദേശത്തെ കുറിച്ച് പറഞ്ഞതുണ്ട്, ഒരു നാടിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. ഒരു പരിധിയില്ലടാ. തിരമാല, അതിന് മുകളിൽ തിരമാല, അതിന് മുകളിൽ മേഘം. മേഘം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം. കുട്ടി എന്താ പറഞ്ഞ? മേഘം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം. അപ്പൊ അഭിനയല്ലേ, ശരിക്കും പട്ടാണല്ലേ? അതിലെ ഏതെങ്കിലും ഒരു വചനം പുതിയ കാലത്ത് അറിവുമായി യോജിക്കണില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കും നമ്മുടെ അറിവ് അവിടേക്ക് എത്തിയിട്ടില്ല. ഒരു കുറ്റമല്ലല്ലോ. അതെ, ആഴമുള്ള ഒരു കടലിലേക്ക് ഒരാള് മുങ്ങിപ്പോകുമ്പോ അയാൾ ഇരുട്ടിലകപ്പെടുന്നു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആഴക്കടലിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൈ നീട്ട? ആഴക്കടലിൽ എവിടെ അക്ബർ സാഹിബ് മഴക്കാറ്? പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് തെര തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ താഴേക്ക് മുങ്ങി പോകുന്ന ഒരാൾക്ക് വെളിച്ചം കാണൂല. ഈ 19 കൊല്ലം ഈ ഖുർആനിൽ ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ശാസ്ത്ര അത്ഭുതമാണല്ലോ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. 16 വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പരാജയപ്പെട്ടിട്ടില്ല. എപ്പോഴും സംഘടിതമായ നീക്കത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള അട്ടിമറിയാണ്. സംവാദത്തിന് വന്നത് എന്നത് ഖുർആനിന്റെ ദയനീയ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശാപിക്കരുത്. വാ പൊന്നപ്പൻ ചേട്ടാ, ഇങ്ങോട്ട് വാ. ഋഗ്വേദ 10:149
ഋഗ്വേദം ദൈവികമാണെന്ന് പിൻപറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ താങ്കൾ അതിന് തയ്യാറാകുമോ? ഒരു കാഫർ വന്നിട്ടേ നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട, ഈ മര്യാദ പുറത്തു പോ. സത്യം അറിഞ്ഞിട്ടും നിഷേധിക്കുന്നവൻ അവനാണ് കാഫിർ, അത് താനാണ്. ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഖുർആന് പറയാനുള്ളത് എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ധാർമ്മിക പദ്ധതിയെ കുറിച്ചാണ്. ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പറയണം. കേരളത്തിൽ 10-15 ആൾക്കാരുണ്ട് ഹൃദയം മാറ്റി വെച്ചിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ഓരോടൊന്ന് പോയി ചോദിച്ചു നോക്കി, നിങ്ങളെ മനസ്സും ഓർമ്മയും ബുദ്ധിയും ഒക്കെ മാറിയോ? ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അവർക്ക് ഹൃദയം സംഭാവന ചെയ്ത ആൾക്കാരുടെ മനസ്സുകൊണ്ടാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം. എന്റെ പേര് ആരിഫ് ഹുസൈൻ. ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ താങ്കളിവിടെ കൊണ്ടുവന്ന ചിത്രവും അതിനെ സാധൂകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എക്സ്പ്ലനേഷൻസും ഖുർആനിൽ എഴുതിയിരിക്കുന്ന വാക്യവും ഇത് രണ്ട് ദിശയിലല്ലേ പോകുന്നത്? ചോദിച്ചത് എന്താകട്ടെ, എനിക്ക് പറയാനുള്ള സൗകര്യമുള്ളത് പറയാൻ 5 മിനിറ്റ്. മലബാർ മത്തിക്കറി ഉണ്ടാക്കുന്ന വിധം കഴുകി വൃത്തിയാക്കിയ മത്തി 2 കിലോ, മുളക് പൊടി ആവശ്യത്തിന്. മത്തി കേറുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോ മത്തി കീറുന്നതിനെ കുറിച്ചാണ് അയാൾ പറയുന്നത്. സർ, ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. ജസ്റ്റ് ഫോർ എ രസം.